ചെന്നൈ AVM സ്റ്റുഡിയോ കണ്ടിട്ടുണ്ടോ? ചെന്നൈ മെറീന ബീച്ചിലെ കാറ്റ് കണ്ടിട്ടുണ്ടോ? ചെന്നൈ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ, ഇന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം. എൻ്റെ വീട്ടിൽ 9 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ബിരിയാണി പ്രേമിയുണ്ട്. വെറും ബിരിയാണി പ്രേമി എന്ന് പറഞ്ഞാൽ പോരാ, ബിരിയാണിയുടെ കടുത്ത ആരാധകൻ. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പലതരത്തിലുള്ള ബിരിയാണികൾ പരീക്ഷിച്ചു തുടങ്ങിയത്. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഹിറ്റായൊരു ബിരിയാണിയാണ് ഈ മദ്രാസ് ബിരിയാണി. ചൂടായ എണ്ണയിലേക്കും നെയ്യിലേക്കും സവോള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ടു വന്നു കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി എന്നിവ ചതച്ചും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റണം. 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കോഴി മസാലയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിക്കണം. അതങ്ങ് മൂത്ത് വന്നു കഴിഞ്ഞാൽ മല്ലി, പുതിന എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റാം. ഇനി ഇച്ചിരി തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. മസാലക്കൂട്ട് നല്ലോണം വഴണ്ട് എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴിയിറച്ചി കൂടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് അതങ്ങ് തിളയ്ക്കാൻ വെക്കാം. വെള്ളം തിളച്ചു വന്നു കഴിഞ്ഞാൽ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് ഒരൊറ്റ ഫിസിൽ വന്നു കഴിഞ്ഞാൽ രുചികരമായ മദ്രാസ് ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഇറച്ചിയും ചോറും നല്ല മസാലയിൽ പെരണ്ട് കിടന്ന് ഒന്നിച്ച് വെന്ത ബിരിയാണിയുടെ രുചി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മദ്രാസ് ബിരിയാണി കൊളമായല്ലോ എന്ന് ആരും വിചാരിക്കേണ്ട. വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി ഒന്ന് ചൂടാറിയപ്പോഴേക്കും ബിരിയാണി ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.